ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു വീക്കെൻഡ് ട്രിപ്പിലെ കാഴ്ചകളാണ്. അപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്നത് ബഗാൻ റിസോർട്ടിലാണ്. അത് വസന്ത് കുഞ്ചിൽ നിന്ന് ഏകദേശം ഒരു 3 മണിക്കൂർ എടുത്തു ഞങ്ങൾക്ക് ഇവിടെ എത്താൻ. ഇത് ഡൽഹി NCRൽ തന്നെ പെട്ട ഒരു സ്ഥലമാണ്. പക്ഷേ ഇവിടെ പക്ക ഒരു ഗ്രാമമാണ്. ഗ്രാമത്തിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ ഈ ഒരു റിസോർട്ട്. ഏകദേശം 15 ഏക്കറിലാണ് ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. രാവിലെ ഒരു 10 മണിയോടുകൂടെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഏകദേശം ഒരു 1:30 ആകുമ്പോഴത്തേക്ക് നമ്മൾ അവിടെ എത്തി. അവിടെ നിന്നാണ് ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ചത്. അപ്പോൾ പിന്നെ എല്ലാവരും ഇങ്ങനെ എത്തി തുടങ്ങുന്നതേ ഉള്ളൂ. ഞങ്ങൾ വഴി ഒന്ന് ചെറുതായിട്ട് തെറ്റി, അപ്പോൾ കുറച്ചൊന്ന് ലേറ്റായി ഞങ്ങൾ എത്താൻ. ഇപ്പം നമ്മൾ കാണുന്നത് ഈ ഒരു എൻട്രൻസ് വ്യൂ ആണ് ഇപ്പം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത്. എന്നിട്ട് ഇവിടെ നിന്നാണ് ഒരു കോട്ടേജ് ആയിട്ടാണ് നമുക്കിവിടെ റൂംസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ 15 ഏക്കറിലും മുഴുവൻ മാവിൻ്റെ തോട്ടാണ് കേട്ടോ. ഇപ്പം പിന്നെ സീസൺ അല്ലാത്തതുകൊണ്ട് പിന്നെ നമുക്ക് മാങ്ങയൊന്നും കാണാൻ പറ്റിയില്ല. പിന്നെ ഇതാണ് നമുക്ക് പിന്നെ തന്ന റൂംസൊക്കെ. ഇത് ഓരോ ചെറിയ ചെറിയ കോട്ടേജസ് ആയിട്ടാണ്. അപ്പോൾ നമുക്ക് റൂമിലുള്ള കാഴ്ചകളൊന്ന് കാണാം. ഇതിപ്പോൾ കാണുന്നത് ആ റൂമിൻ്റെ വരാന്തയിൽ ഇരുന്നാലുള്ള ഒരു വ്യൂ ആണ്. നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ആ ലഗേജൊക്കെ അവിടെ വെച്ചിട്ട് ഒന്ന് പുറത്തേക്ക് ഒന്ന് ഇറങ്ങി നടന്നു. നിറയെ, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, നിറയെ മാവിൻ്റെ തോട്ടാണെന്ന്. അപ്പോൾ ആ മാവിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ നടക്കാൻ നല്ല രസമായിരുന്നു. ഇതാണ് അവിടുത്തെ റെസ്റ്റോറൻറ്റ്. ഇപ്പോൾ റെസ്റ്റോറൻറ്റിനെ പറ്റി പറയുകയാണെങ്കിലും നല്ല ക്ലീനായിട്ട് നല്ല അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ. റെസ്റ്റോറൻറ്റിൻ്റെ മുമ്പിൽ തന്നെ വലിയൊരു ലോണും കൂടെ ഉണ്ട്. അവിടെ കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും ഒക്കെ എന്തെങ്കിലും സ്പോർട്സ്, അതായത് ക്രിക്കറ്റ്, ഫുട്ബോൾ, ബാഡ്മിൻ്റൺ, അങ്ങനെ എല്ലാ കളികൾക്കും പറ്റിയൊരു സ്ഥലമാണ്. പിന്നെ അതിൻ്റെ സൈഡിൽ തന്നെയാണ് നമുക്ക് സ്വിമ്മിംഗ് പൂൾ ഉണ്ട് അവിടെ. ഇതിൻ്റെ പുറത്തായിട്ട് 2 സ്ത്രീകൾ ഇരിക്കുന്നുണ്ട്. അവർ ചപ്പാത്തി പരത്തുകയാണ്. അതും ചൂടോടെയുള്ള ചപ്പാത്തി വിറകടുപ്പിൽ ചുട്ടുകൊണ്ടിരിക്കുക അവർ.
അങ്ങനെ എല്ലാ ഫാമിലിയും എത്തി. ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ച് മക്കളെല്ലാവരും കൂടെ അവിടെ ക്രിക്കറ്റ് കളിക്കാൻ തുടങ്ങി. വലിയവരെല്ലാവരും കൂടെ ഹൗസിൽ കളിക്കാൻ തുടങ്ങി. അന്നത്തെ ദിവസം ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞിട്ട് വലിയൊരു സ്ക്രീനൊക്കെ അറേഞ്ച് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാണാൻ റെഡിയായിട്ട് ഞങ്ങളെല്ലാവരും ഇരുന്നു. അങ്ങനെ ഹൗസിൽ കഴിഞ്ഞു. പിന്നെ മക്കളെല്ലാവരും കൂടെ അവരെ ക്രിക്കറ്റ് കളിയൊക്കെ കഴിഞ്ഞ് ഒരു സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങി. അവിടെ കുറേ സമയം അവിടെ തന്നെയായിരുന്നു. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ ചായയും സ്നാക്സൊക്കെ കൊണ്ടുവന്ന് പിന്നെ ആ സ്ക്രീനിൽ ഞാൻ പറഞ്ഞല്ലോ ഈ ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് ഉണ്ടായിരുന്നു, അതൊക്കെ കണ്ടു. ഒരു സ്പെഷ്യൽ ഡേയും കൂടിയായിരുന്നു. അത് പങ്കജ് ഭയ്യ പ്രിയയുടെ മകൻ ആര്യൻ്റെ ബർത്ത്ഡേയും കൂടിയായിരുന്നു. അപ്പോൾ അവർ കേക്കൊക്കെ ഓർഡർ ചെയ്തു. അങ്ങനെ ആര്യൻ്റെ ബർത്ത്ഡേ അവിടെ അടിപൊളിയായിട്ട് ഞങ്ങളെല്ലാവരും കൂടെ സെലിബ്രേറ്റ് ചെയ്തു. പിന്നെ ഇന്ത്യ പാകിസ്ഥാൻ്റെ കളിയൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഇന്ത്യ ജയിച്ചതിൻ്റെ സെലിബ്രേഷനാണ് ഇപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നത്. പിന്നെ ഡിന്നറൊക്കെ കഴിഞ്ഞ് എല്ലാവരും കൂടെ അവിടെ കുറച്ച് ഡാൻസൊക്കെ ചെയ്തു. പിന്നെ അവരവരുടെ ഒരു ലൈഫ് സ്റ്റോറി പറയാൻ പറഞ്ഞു. അങ്ങനെ ഇതിപ്പം പ്രിയയും ഭയ്യയും കൂടെ പറയുന്ന സ്റ്റോറിയാണ് അവരുടെ. പിന്നെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, പിന്നെ സായി സാറിൻ്റെ അടുത്തും ശ്രീദേവി ഭാബിയുടെ അടുത്തും പറഞ്ഞു. അങ്ങനെ കുറച്ച് ഫണ്ണായിരുന്നു അത്. ബാക്കിയവരുടേത് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോഴേക്കും എൻ്റെ ഫോണിൽ മെമ്മറിയൊക്കെ ഫുള്ളായി, അതുകൊണ്ട് അത് കിട്ടിയില്ല. പിന്നെ രാവിലെ ആയപ്പോൾ ഞാനും പ്രീതിയും കൂടെ അവിടെയൊക്കെ നടക്കാനിറങ്ങി. മാവ് മാത്രമല്ല, ബാക്കി പലതരം മരങ്ങളും ആ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലുണ്ട്. പിന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യം കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയ മാവ്, അതിൻ്റെ മേലെ ചെറിയ ഉണ്ണിമാങ്ങ ഉണ്ടായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. കണ്ടോ? അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു അമ്പലമുണ്ട്. അവിടെ രാവിലെ തന്നെ പൂജയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ കൊളുത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് അവിടെ ഇരിക്കാനൊക്കെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. പിന്നെ ആ സൈഡിലൊക്കെ നിറയെ കൃഷിയാണ് കേട്ടോ. അതിൻ്റെ ഈ കോമ്പൗണ്ടിൻ്റെ പുറത്ത് നിറയെ കൃഷിയാണ്. അങ്ങനെ ഞങ്ങൾ ഫുള്ളും ചുറ്റി നടന്ന് പിന്നെ ഇവിടെ ചായ ഉണ്ടായിരുന്നു. അപ്പോൾ ചായയൊക്കെ കുടിച്ച് പിന്നെ എല്ലാവരും എഴുന്നേറ്റ് വരാൻ തുടങ്ങി. പിന്നെ ഒന്ന് റെഡിയായി. പിന്നെയും കുട്ടികളൊക്കെ ക്രിക്കറ്റ് കളിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. ഈ ഡെയിലി റുട്ടീൻസിൽ നിന്നും ഒരു ചേഞ്ച്, അതും വിത്ത് ഫാമിലി ആയിട്ട്
ഇങ്ങനെ കൊളീഗ്സിൻ്റെ കൂടെ യാത്ര ചെയ്യുക എന്ന് പറയുന്നത് ഒരു ശരിക്കും നല്ലൊരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് നമുക്ക് കൂടുതൽ എല്ലാവരുമായിട്ട് കൂടുതൽ അടുക്കാനും പിന്നെ നല്ല നല്ല ഓർമ്മകൾ മനസ്സിൽ സൂക്ഷിക്കാനുള്ള ഓരോ അവസരങ്ങളാണ് ഇതൊക്കെ. ഇത് ടെക്നിക്കൽ സർവീസ് ടീമിൻ്റെ 3ാമത്തെ ട്രിപ്പാണ്. ഇതിന് സ്പെഷ്യൽ താങ്ക്സ് ടു സായി സർ ആൻഡ് ശ്രീദേവി മാം. അവർ വന്നപ്പോഴാണ് ഇങ്ങനെയുള്ള ഈ ട്രിപ്പുകളൊക്കെ അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഇനി അടുത്ത ട്രിപ്പിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഡൽഹിയിൽ നിന്നും വളരെ അടുത്തായിട്ട് ഒരു വീക്കെൻഡ് ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഇതൊരു നല്ല ഓപ്ഷനാണ്. ഡൽഹിയിലുള്ളതായിട്ടുള്ള ഒരു തിരക്കുകളും ഇല്ലാതെ ഒരു ഗ്രാമത്തിൻ്റെ ഉള്ളിലുള്ള വളരെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് ഈ ബഗാൻ റിസോർട്ട്. അപ്പോൾ ഒരു ഗ്രൂപ്പുമായിട്ട് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു നല്ല ഓപ്ഷനാണ്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്ന് പറയുന്നത് പോലെ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നിങ്ങളുടെ വാല്യുബിൾ കമൻസും ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കണേ.